പ്രൈസ് ദി ലോർഡ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ അടിപൊളി ടൊമാറ്റോ ബാത്തും പിന്നെ മത്തി വറുത്തതും ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി മത്തി വറുക്കാൻ ഞാൻ കുറച്ച് റവ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ടേസ്റ്റി. സോ ഈ റെസിപ്പി ഒന്ന് നോക്കണേ. സോ ദിസ് ഇസ് ഹൗ ഐ സ്റ്റാർട്ടഡ് ടു പ്രിപ്പയർ. ഉണ്ടാക്കുന്ന മുമ്പ് കുറച്ച് പച്ചക്കറിയൊക്കെ മുറിച്ച് വയ്ക്കും. സോ അതുമാതിരി തന്നെ I have started. So let's go to the video. So ആദ്യം ഒരു കുക്കറിൽ കുറച്ച് ഓയിലും കുറച്ച് ഗീ രണ്ടും മിക്സ് ചെയ്താലേ അതിൻ്റെ ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് കിട്ടും. അതിനകത്ത് കുറച്ച് ജീരകം, പട്ട, ലവംഗ്, ഏലക്ക ഇട്ടതിന് ശേഷം 3 സവാള ചേർത്ത് ഒരുമാതിരി വഴറ്റിയെടുത്തു. വഴറ്റിയതിന് ശേഷം ഞാൻ ടൊമാറ്റോ ഇട്ട് ടൊമാറ്റോ ബാത്തിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാറില്ല. ഇട്ട് നല്ല മണമൊക്കെ കിട്ടും. പക്ഷേ ഈ ടൊമാറ്റോ ബാത്തിൻ്റെ ആ ടേസ്റ്റ് കുറച്ച് മാറ്റം ഉണ്ടാവും. സോ സവാള ഇങ്ങനെ വഴറ്റി വരുമ്പോൾ നമുക്ക് ടൊമാറ്റോ അതിനകത്ത് ചേർത്ത് ടൊമാറ്റോ നന്നായിട്ട് വേവിക്കാം. എന്നിട്ട് അതിനകത്ത് കുറച്ച് സോൾട്ടും കൂടി ഇട്ട് ടൊമാറ്റോ ശരിക്കും നമുക്ക് വേവിച്ച് വെക്കാം. ടൊമാറ്റോ വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി, ചില്ലി പൗഡർ എത്ര വേണമെങ്കിലും അത്ര ചേർത്തോ. എന്നിട്ട് ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കണം. പച്ചമുളകൊക്കെ ഈ സമയം ഇട്ട് നന്നായിട്ട് വഴറ്റി കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മെഷർമെൻറ്റിൻ്റെ വെള്ളം ഒഴിക്കണം. ആക്ച്വലി ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു. ബിക്കോസ് എൻ്റെ പിള്ളേർക്ക് ഇങ്ങനെ സോഫ്റ്റായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ വെറുതെ കുക്കർ ഇങ്ങനെ അടച്ചിട്ട് ഞാൻ തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യും. തിള വന്നതിന് ശേഷം അരി ഇട്ട് ഉപ്പൊക്കെ നമ്മൾ നേരത്തെ പാകത്തിന് ഇട്ടതുകൊണ്ട് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാറില്ല. എന്നിട്ട് ഒറ്റ ഒരു വിസിൽ വരുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ തുറക്കുമ്പോഴാണ് നമ്മൾ മല്ലി ഇടേണ്ടത്. സോ ആ സമയം ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇളക്കിയാൽ മതി. ഇങ്ങനത്തെ ടൊമാറ്റോ ബാത്താണ് എൻ്റെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത്. സോ ദിസ് ഇസ് ഹൗ ഐ പ്രിപ്പയർ ടൊമാറ്റോ ബാത്ത്. നിങ്ങളെല്ലാവരും ഇത് മാതിരി ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കൂ. ഇന്നലെ രാത്രി തന്നെ മീൻ വാങ്ങിച്ചു, ക്ലീൻ ചെയ്തു, മസാലയൊക്കെ ഇട്ടു. നോർമൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, എന്നിട്ട് കുറച്ച് ഞാൻ വിനിഗർ ഒഴിച്ചു. എന്നിട്ട് വെച്ചു, മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമുക്ക് കുറച്ച് റവ എടുത്ത് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് പിടിക്കാൻ. ഇത് പെട്ടെന്ന് അങ്ങനെ പിടിക്കും കേട്ടോ. സോ അപ്പോൾ പിടിച്ച് മാറ്റി വെച്ച് എന്നിട്ട് പരപരാന്ന് വറുത്ത നമ്മുടെ അടിപൊളി മത്തി ഫ്രൈ തയ്യാർ. ടേസ്റ്റി മത്തി ഫ്രൈ ആണ് കിട്ടിയത്. സോ ട്രൈ ദിസ് വേ ഓൾസോ. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കഴിച്ച് നോക്ക്. ഇറ്റ്സ് വെരി നൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കളിക്കാം. കുറച്ച് മത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വേവണം, ശരിക്കും വേവണം. അടിപൊളി ടേസ്റ്റി ടൊമാറ്റോ ബാത്തും മത്തി വറുത്തതും തയ്യാർ. താങ്ക്സ് ഫോർ വാച്ചിങ്.